മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ദിവ്യകാരുണ്യ ചൈതന്യം നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിന് 42-ാമത്തെ തിരുവചനത്തിൽ ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം കൊടുക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ കൂടി നിന്നവർ പറയുകയാണ്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ മാതാവിനെയും പിതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ, പിന്നെ എങ്ങനെയാണ് ഇവനിതൊക്കെ പഠിപ്പിക്കുന്നത്? യഹൂദർ അവനെതിരെ പെറുപെറുക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ തന്നെയാണ് ജീവൻ്റെ അപ്പം. പിതാവായ ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്കായി അയച്ച ജീവൻ്റെ അപ്പമായ ഈശോയെ തള്ളിക്കളയുന്ന ഒരു ജനം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ദൈവപ്രവർത്തനത്തെ നമ്മൾ കാണുന്ന അസാധാരണമായ വിധത്തിൽ, അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടായാലേ ദൈവം പ്രവർത്തിച്ചു എന്ന് നമ്മളൊക്കെ കരുതുകയുള്ളൂ. ദൈവപ്രവർത്തിയെ അസാധാരണ പ്രവൃത്തിയാക്കി നമ്മൾ മാറ്റിയിരിക്കുക. നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ. ദൈവം പ്രവർത്തിക്കുന്നത് സാധാരണ പ്രവൃത്തിയിലൂടെയും സാധാരണക്കാരിലൂടെയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശോനാഥൻ പിതാവായ ദൈവത്തിൻ്റെ സമാനതയിലായിരുന്നു, ദൈവം തന്നെയായിരുന്നു. പക്ഷേ ആ സമാനത കൈവിടിഞ്ഞുകൊണ്ട് അവൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ശൂന്യനാക്കിക്കൊണ്ടാണ്. സ്വയം ഒരു ശൂന്യവൽക്കരണത്തിലൂടെ ഈശോനാഥൻ മനുഷ്യൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. അവൻ പ്രവർത്തിക്കുന്നതും സാധാരണ വിധത്തിലായിരിക്കും. ഒരു സാധാരണ ജീവിതമാണ് അവൻ ഈ ലോകത്തിൽ നയിച്ചത്. അങ്ങനെയെങ്കിൽ ഈശോയുടെ ലോകത്തിലെ പ്രവൃത്തിയും സാധാരണ പ്രവൃത്തികളായിരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളിലൂടെ ആയിരിക്കാം, അധ്യാപകരിലൂടെ ആയിരിക്കാം, ചില സംഭവങ്ങളിലൂടെ ആയിരിക്കാം, ചില വേദന നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിലൂടെ ആയിരിക്കാം, വൈദികരിലൂടെ ആയിരിക്കാം, ആത്മീയ ഗുരുക്കന്മാരിലൂടെ ആയിരിക്കാം. നമ്മൾ പലപ്പോഴും അത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. കാരണം അതിൽ അസാധാരണത്വമൊന്നുമില്ല. അസാധാരണം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളിലും അസാധാരണം നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളിലുമാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത്. ദൈവം അതിലൂടെയല്ല സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുന്നതും ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും സാധാരണ പ്രവൃത്തികളിലൂടെയും സാധാരണക്കാരിലൂടെയും സാധാരണ സംഭവങ്ങളിലൂടെയുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അസാധാരണ പ്രവൃത്തികളുണ്ടായാലേ ദൈവപ്രവൃത്തി എന്നിൽ നടക്കുന്നു എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാം. ദൈവം പ്രവർത്തിക്കുന്നത് സാധാരണമായ വിധത്തിലാണ്. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് സാധാരണമായ വിധത്തിലാണ്. ദൈവം ജീവിക്കുന്നത് സാധാരണക്കാരൻ്റെ ഇടയിലാണ്. നീ ഒരു സാധാരണക്കാരനാകുക എന്ന് പറഞ്ഞ് എളിമപ്പെടുക. അപ്പോൾ നിന്നിൽ ദൈവം പ്രവർത്തിക്കും, നിന്നിൽ അത്ഭുതങ്ങൾ ദൈവം വിരിയിക്കും. കരങ്ങളെ യാചനയോടെ പിടിക്കാം. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. സാധാരണ സംഭവങ്ങളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ കാണാനുള്ള കൃപ ഈ ദിവസം നൽകണമേ എന്ന് അപേക്ഷിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. സാധാരണത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ പ്രവർത്തനങ്ങളെ കാണുവാനും വിശ്വസിക്കുവാനും അറിയുവാനും ഇവർക്ക് കൃപ നൽകണമേ. ഈശോയെ ഇവരെ ഓരോരുത്തരെയും സംരക്ഷിച്ച് പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ഇവരുടെ സ്വപ്നങ്ങളെ അനുഗ്രഹിക്കണമേ, ആഗ്രഹങ്ങളെ കാണണമേ, അധ്വാനങ്ങളെ കാണണമേ. കൃപ ഇവരിലേക്ക് ഒഴുക്കണമേ. കർത്താവേ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, ഇവർ പോകുന്ന വഴികളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും തടസ്സങ്ങളും ശാപങ്ങളും പരാജയങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ദിവസം അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.